അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ എന്നതിൻ്റെ അർത്ഥം വായിക്കാനുള്ളത് എന്നാണ്. ഖുർആൻ വായിച്ചു പഠിച്ചു ഉപകാരപ്പെടുത്താൻ വേണ്ടി അള്ളാഹു അവൻ്റെ സൃഷ്ടികളിൽ ഉത്തമരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 23 വർഷം കൊണ്ട് അവതരിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥമാണ്. വായന കൊണ്ട് വിരസത തോന്നുന്നില്ലെന്നോ മാത്രമല്ല, വായിക്കും തോറും ആവർത്തനത്തെ കൊതിക്കുന്നതും ആവർത്തിക്കും തോറും നാവിന് രുചിയും കണ്ണിന് കുളിർമയും ഹൃദയത്തിന് വിശാലതയും നൽകുന്ന ഗ്രന്ഥവുമാണ് ഖുർആൻ. അതുപോലെ തന്നെ മനുഷ്യജീവിതത്തിൻ്റെ വിവിധ മുഖങ്ങളും ഘട്ടങ്ങളും അതിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അല്പമെങ്കിലും ഖുർആൻ കാണാതെ പഠിക്കൽ ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അല്പമെങ്കിലും ഖുർആൻ ഉള്ളിലില്ലാത്തവൻ തകർന്ന വീട് പോലെയാണ്. പതിവാക്കേണ്ട സൂറത്തുകൾ: 1. സൂറത്തുൽ യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഒരു ഹൃദയമുണ്ട്. ഖുർആൻ്റെ ഹൃദയം സൂറത്തുൽ യാസീനാണ്. ഇഹപര ലോകവിജയങ്ങൾക്ക് യാസീൻ ഉത്തമമാണ്. സംസം വെള്ളം ഏത് ആവശ്യത്തിനു വേണ്ടി കുടിച്ചുവോ ആ ആവശ്യം സഫലമാകും. അതുപോലെ സൂറത്തുൽ യാസീൻ ഏത് ആവശ്യത്തിനു വേണ്ടി ഓതിയോ ആ ആവശ്യം സഫലമാകും. അള്ളാഹുവിൻ്റെ പൊരുത്തം കാംക്ഷിച്ച് എല്ലാ രാത്രികളിലും യാസീൻ ഓതിയാൽ അവൻ്റെ മുഴുവൻ ചെറുദോഷങ്ങളും പൊറുക്കപ്പെടും. 2. സൂറത്തുൽ മുൽക്ക്. അനസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം: സൂറത്തുൽ മുൽക്ക് പതിവാക്കിയവനു വേണ്ടി അവനെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതുവരെ ആ സൂറത്ത് അള്ളാഹുവിനോട് വാദിക്കും. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലും സുബ്ഹിക്ക് ശേഷവും ഈ സൂറത്ത് പതിവാക്കിയാൽ ഖബർ ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നതാണ്. 3. സൂറത്തുൽ വാക്കിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും സൂറത്തുൽ വാക്കിയ എല്ലാ രാത്രികളിലും ഓതിയാൽ അവന് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. 4. സൂറത്തുർ റഹ്മാൻ. ഖുർആനിൻ്റെ പുതുമാരനാണ് ഈ സൂറത്ത്. ആരെങ്കിലും സൂറത്തുർ റഹ്മാൻ രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെയും വൈകുന്നേരം ഓതിയാൽ രാവിലെ വരെയും 70,000 മലക്കുകൾ അവന് വേണ്ടി പൊറുക്കലിനെ തേടും. 5. സൂറത്തു സജ്ദ. സജ്ദ സൂറത്തിന് 2 ചിറകുകളുണ്ട്. ആ സൂറത്തിനെ പതിവാക്കുന്നവന് മഹ്ശറയിൽ ആ ചിറകുകൾ കൊണ്ട് തണലിട്ട് കൊടുക്കുന്നതാണ്. ഇനി പറയാൻ പോകുന്നത് പതിവാക്കേണ്ട ആയത്തുകളാണ്. 1. ആയത്തുൽ കുർസിയെ. സൂറത്തുൽ ബഖറയിലെ 255 ആയത്താണിത്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്താണിത്. 5 വഖ്ത് ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം ആരെങ്കിലും ആയത്തുൽ കുർസിയെ പതിവാക്കിയാൽ അവൻ സ്വർഗാവകാശിയാകും. പിശാചിൻ്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും ഉത്തമം ആയത്തുൽ കുർസിയെ പതിവാക്കലാണ്. അബ്ദുല്ലാഹ് ബിനു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, എനിക്ക് അള്ളാഹുവിൻ്റെ ഉപകാരം ലഭിക്കുന്ന എന്തെങ്കിലും പഠിപ്പിച്ചു തന്നാലും? അവിടുന്ന് പറഞ്ഞു, നീ ആയത്തുൽ കുർസി ഓതുക. അത് നിന്നെയും നിൻ്റെ സന്തതികളെയും മാത്രമല്ല നിൻ്റെ അയൽ വീടുകളെപ്പോലും സംരക്ഷിക്കും. 2. ആമന റസൂല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അർശിൻ്റെ താഴ്ഭാഗത്തെ നിധിയിൽ നിന്ന് 2 ആയത്തുകൾ എനിക്ക് നൽകിയിരിക്കുന്നു. അൽ ബഖറ സൂറത്തിലെ അവസാനത്തെ 2 ആയത്തുകളാണവ. അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിക്കുകയും ഭാര്യസന്താനങ്ങൾക്ക് പഠിപ്പിക്കുകയും ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ നിസ്കാരവും പ്രാർത്ഥനയും ഖുർആനുമൊക്കെയാണത്. 3. ലൗ അൻസൽന. സൂറത്തുൽ ഹശ്റിലെ അവസാന ആയത്തുകളാണിത്. ഇത് രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെയും വൈകുന്നേരം ഓതിയാൽ രാവിലെ വരെയും 70,000 മലക്കുകൾ അവനു വേണ്ടി പൊറുക്കലിനെ തേടും.